സാധാരണയായി കുറച്ചധികം ഭാഗങ്ങൾ നമുക്ക് സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ആദ്യം ഒരു ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കും, എന്നിട്ട് സ്ക്രോൾ ചെയ്ത് അടുത്ത ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കും. ഇങ്ങനെ 3-4 സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് നമ്മളൊരു സ്ക്രീൻഷോട്ട് പൂർത്തിയാക്കുന്നത്. എന്നാൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട ഭാഗങ്ങൾ ഒരൊറ്റ സ്ക്രീൻഷോട്ടിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ വാട്സപ്പിലെ മെസ്സേജ് ആയാലും ഒരാളുടെ ചാറ്റ് മൊത്തത്തിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. ഇനി ഫേസ്ബുക്കിലെ കമൻറ്റ് ബോക്സ് ആയാലും നമുക്ക് മൊത്തത്തിൽ ഒരു സ്ക്രീൻഷോട്ടിൽ തന്നെ ഒതുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ വെബ്സൈറ്റിലെ പേജ് ആയാലും യൂട്യൂബിൽ എന്തെങ്കിലും കാര്യമായാലും നമ്മുടെ ഫോൺ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ വളരെ നീളത്തിൽ ഒറ്റ സ്ക്രീൻഷോട്ടിൽ ഒതുക്കുന്ന ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ ഈ പറയുന്ന ഓപ്ഷൻ പഴയ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ലഭ്യമല്ല. ആൻഡ്രോയിഡ് 12 ശേഷം, അതായത് 2021 അതിനുശേഷമൊക്കെ വാങ്ങിയ പുതിയ മൊബൈൽ ഫോണുകളിലേ ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിലും, സ്വൈപ്പ് ചെയ്തിട്ടായാലും ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടായാലും നിങ്ങൾ എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിലും ഈ ഒരു ഓപ്ഷൻ സ്ക്രീനിൽ ലഭിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വെബ് പേജാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ, എന്തായാലും ഇതുപോലെ കുറച്ച് താഴേക്ക് വേണമെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ടിൻ്റെ പ്രിവ്യൂ കാണിക്കുന്നതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് സ്ക്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കാണാൻ സാധിക്കുന്നതാണ്. ചില ഫോണുകളിൽ സ്ക്രോൾ എന്നായിരിക്കില്ല, ക്യാപ്ചർ മോർ എന്നായിരിക്കും. അതായത് സാംസങ് പോലെയുള്ള ഫോണുകളിലൊക്കെ അങ്ങനെയാണ് വരിക. ഇതുപോലെ ഫോൺ മോഡൽ മാറുമ്പോൾ ചെറിയ മാറ്റം വരുമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ സ്ക്രോൾ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ആ വെബ്സൈറ്റിൻ്റെ പേജ് ഓട്ടോമാറ്റിക്കലി വളരെ സാവധാനത്തിൽ സ്ക്രോൾ ആകാൻ തുടങ്ങും. ഈ സ്ക്രോൾ ആകുന്നതൊക്കെ സ്ക്രീൻഷോട്ട് ആയി വരികയാണ്. ഇനി നമുക്കിത് മാനുവലായിട്ടും സ്ക്രോൾ ചെയ്യാം. ചില ഫോണിൽ മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. ഇതുപോലെ ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ആവില്ല. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം, ഇപ്പോൾ ഗൂഗിൾ പേയുടെയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴും നിങ്ങൾക്ക് കമൻ്റ് ആയാലും ഫേസ്ബുക്കിലേതായാലും എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം ഇതുപോലെ സ്ക്രോൾ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഈ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നീളമുള്ള ഒരു സ്ക്രീൻഷോട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരാൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാനായാലും എന്തായാലും നിങ്ങൾക്ക് ഏതുവരെയാണ് ആവശ്യം അത് ഒറ്റ സ്ക്രീൻഷോട്ടിൽ തന്നെ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ഗാലറിയിൽ സേവ് ചെയ്ത് വെക്കാനും ഒക്കെ നിങ്ങളെ ഈ ഓപ്ഷൻ സഹായിക്കുന്നതാണ്. പിന്നെ വാട്സപ്പ് പോലെയുള്ളവയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ചാറ്റ് ഏറ്റവും ലാസ്റ്റാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ സ്ക്രോൾ അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏത് മുതലാണ് സ്ക്രീൻഷോട്ട് വേണ്ടത് അവിടെ ചാറ്റ് കൊണ്ടുവെക്കണം. അതിപ്പോൾ മെസ്സഞ്ചറിലതായാലും എന്തായാലും നമുക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്തിട്ട് എവിടെയാണ് വേണ്ടത് അത് വെച്ചതിന് ശേഷമാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ആവശ്യമായ ഭാഗങ്ങൾ എത്രയാണ് അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ലോങ് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.